വെൽക്കം ടു ലൈഫ് ബഡ്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫേസ്ബുക്ക് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു ഫേസ്ബുക്കിൽ നമുക്ക് എങ്ങനെ 3 ടിപ്സും ഉണ്ട്, നമുക്ക് എങ്ങനെ നമ്മുടെ ആഡ് റെഡിയാക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ ആക്റ്റീവ് ആക്കി വെക്കണം. അപ്പോൾ അതിനകത്ത് 2-3 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യുന്നത്, അത് ആക്റ്റീവ് ആക്കി വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. നമ്മൾ ഫേസ്ബുക്ക് പേജ് അങ്ങനെ ആക്റ്റീവ് ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്ലാൻ വേണം. നമുക്കൊരു പ്ലാൻ ഇല്ലാതെ ഒരു കാര്യത്തിന് നമ്മൾ പ്ലാൻ ഇല്ലാതെ മുമ്പോട്ട് പോയ കാര്യം, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്, ഈവൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോവുകയാണ്, നിങ്ങൾക്ക് റൂട്ട് അറിയത്തില്ല, നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇപ്പോൾ വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കൊക്കെയാണ് അല്ലേ, NH ഒക്കെ ആണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് അവിടുന്ന് ഫുഡ് കഴിക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? ഒരിതും ഇല്ലാതെ ഏത് ഹോട്ടലും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? കയറുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കാണും, ചിലപ്പോൾ അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരിക്കും. ഇല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് പോകണം, നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കും അല്ലേ, ഫസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് വഴി ഏതാണെല്ലാം ക്ലിയർ ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്, അല്ല ചുമ്മാ നമ്മളൊരു സ്ഥലത്തോട്ട് അങ്ങ് പോവുകയാണോ. നമുക്കൊരു പ്ലാൻ വേണം. ഇപ്പോൾ ഒരു ടൂർ ആണെങ്കിലും നമ്മൾ പോയി ആ സ്ഥലത്ത് പോയിട്ട് അവിടെ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാൻ വേണം. അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടേക്ക് എങ്ങനെയൊക്കെ പോയാൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ നമുക്കവിടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്നാൽ എല്ലാ കാര്യവും നമുക്കൊരു പ്ലാനിങ് വേണം ലൈഫിൽ. അപ്പോൾ അത് നിങ്ങളൊരു ബുക്ക് എടുത്ത് വെക്കുക, ഫേസ്ബുക്ക് പേജ് മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനോ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തൊരു ബുക്ക് വെക്കുക. നിങ്ങളുടെ ബുക്കില്ല, പഴയ ബുക്സ് ആണെങ്കിൽ അതായാലും മതി, നമുക്ക് കുറച്ച് പേപ്പേഴ്സ് വേണം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കുക മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഞാൻ എന്തൊക്കെ പോസ്റ്റാണ് ഇടാൻ പോകുന്നത്. ഇപ്പം മൺഡേ നിങ്ങളിപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ ട്യൂസ്ഡേയിൽ അതിനെ പറ്റിയിട്ടുള്ള പോൾസോ ക്വസ്റ്റ്യൻസോ വോട്ട്സോ അങ്ങനെ എന്തെങ്കിലും എൻഗേജ് ചെയ്യുന്നത്. തേർഡായിട്ട് വരുമ്പം എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു ബേക്കറാണെങ്കിൽ ആ ബേക്ക് ചെയ്യുന്ന കേക്കിൻ്റെ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ അതിൻ്റെ ഒറിജിൻ എന്താണ്, അല്ലെങ്കിൽ കേക്ക്സ് എങ്ങനെയൊക്കെ നമുക്ക് കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ സ്വീറ്റ്നർ കൂടാം, അതുപോലെ എങ്ങനെ നമുക്ക് അധികം ഫ്ലേവേഴ്സ് കളറിങ്സ് ഒന്നും ആഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്സ് നമ്മൾ വീക്ക്ലി ഒരു വട്ടം ഇടുക, അവരെ എൻഗേജ്ഡ് ആക്കാനുള്ള കണ്ടൻറ്റ്സ് ഒരു ദിവസം ഇടുക, നിങ്ങളുടെ സെയിലിന് വേണ്ടിയുള്ള കണ്ടൻറ്റ് ആഴ്ചയിൽ 2 വട്ടം ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോറിക്കായിട്ട് ഒരാഴ്ച വെക്കുക, ഒരു ദിവസം വെക്കുക ആഴ്ചയിൽ. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അങ്ങനെ ഒരു 7 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈവ് വരുന്നത്, നിങ്ങളിപ്പോൾ ഒരു ജ്വല്ലറിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈൽസ് ആണ്, നിങ്ങൾക്ക് ലൈവ് നിങ്ങൾക്ക് സാധനങ്ങൾ കാണിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ അതൊക്കെ ഒരു ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മൺഡേ ഞാൻ ലൈവ് വരുന്നു, ട്യൂസ്ഡേ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നു, വെനസ്ഡേ ഞാൻ എൻഗേജ്മെൻറ്റ് കണ്ടൻറ്റ് ഇടുന്നു. നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടൻറ്റ്സ് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എൻഗേജ്മെൻറ്റ് കൂടും, കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മളിത് എന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്നൊരു കാര്യമല്ല, ക്രമേണ നിങ്ങളൊരു 1 വീക്ക് 2 വീക്ക് 3 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടും, നിങ്ങളുടെ വീഡിയോസിൽ റീച്ച് കൂടും. നിങ്ങൾ റീൽസ് ഇടുന്നവരാണെങ്കിൽ റീൽസിൽ റീച്ച് കൂടും. ഒരു 2 മന്ത്സ് ആകുമ്പോഴത്തേക്കിന് നല്ലൊരു പേജായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സെയിൽ ഇതുള്ള അല്ലെങ്കിൽ ഒരു റീച്ചുള്ള പേജായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് പേജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മളൊരു 500 ഫോളോവേഴ്സിനെ 1000 ഫോളോവേഴ്സിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ക്രമേണ പതുക്കെ നമ്മളുടെ കണ്ടൻറ്റ്സ് ആളുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് എത്രത്തോളം അത് ഇഷ്ടമാണ്, മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഉപകാരമുള്ളതാണോ, അങ്ങനെ നോക്കിയിട്ടാണ് ആളുകൾ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കുക. ഇപ്പോൾ അല്ലാതെ വ്ളോഗ് മാത്രം എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമഡീസോ അങ്ങനെയൊക്കെ നിങ്ങൾ ഇടുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് അക്കൗണ്ടും നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി വെക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലിടുന്ന കണ്ടൻറ്റ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലും ഇടാം. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലും പേജും നിങ്ങൾക്ക് 2 ഡിഫറെൻ്റ് ആണ്. എൻ്റെ ബിസിനസ്സിന് മാത്രമാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്, എൻ്റെ അക്കൗണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണെന്നുണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും. നിങ്ങൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാം. 1 മന്ത് വരെയുള്ള പോസ്റ്റ് നിങ്ങൾ ഇന്നിരുന്ന് നിങ്ങൾ ഈ മാസം അവസാനം വരെ, നാളെ മെയ് 1 അല്ലേ, അപ്പോൾ മെയ് 1 മുതൽ 31-ാം തീയതി വരെയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഒരു ടൈമിൽ 7 മണി അല്ലെ 8 മണി, നിങ്ങളുടെ ഓഡിയൻസ് എപ്പോഴാണോ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് ആ റിപ്പോർട്ട് അനലൈറ്റിക് എടുത്താൽ കാണാൻ പറ്റും. റിപ്പോർട്ട്സ് നോക്കിയിട്ട് ഏത് ടൈമിലാണോ നിങ്ങളുടെ ഓഡിയൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നോക്കുക,
അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് നോക്കിയിട്ട് നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും പോസ്റ്റ്. നിങ്ങൾ ബിസിനസ് സ്യൂട്ട്, മെറ്റാ ബിസിനസ് സ്യൂട്ട് എടുക്കുക. ആപ്ലിക്കേഷൻ അല്ല പറയുന്നത്, ഫേസ്ബുക്ക് ക്രോമിൽ കയറിയിട്ട് ക്രോമിൽ ഫേസ്ബുക്ക് എടുത്ത് മെറ്റാ സ്യൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. 1 മന്ത് വരെ നിങ്ങൾ പോസ്റ്റുകൾ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ബിസിയാണ്, നിങ്ങൾക്ക് ഇന്ന് പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പാണ്, നിങ്ങൾ പർച്ചേസിങ്ങിന് പോയേക്കാണ്, നിങ്ങൾക്ക് ഇന്ന് പോസ്റ്റ് ഇടാൻ പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾ ട്രാവലിങ്ങിലാണ്, പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ പേജിൽ പോസ്റ്റുകൾ പൊക്കോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേജ് നിങ്ങൾ എൻഗേജ്ഡ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ പേജ് ആണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 1 മാസത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോവേഴ്സിനെ റീച്ചേഴ്സിനെയൊക്കെ കൂട്ടാം. പക്ഷേ കണ്ടൻസ് സെയിം ഇടരുത്, റിപ്പീറ്റഡ് കണ്ടൻസ് ഇടരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് കണ്ടൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസ് വെച്ചിട്ട് വേണം നിങ്ങൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ. അത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എവിടെയാണേലും അങ്ങനെ വേണം. നമുക്ക് കുറച്ച് പാടാണ്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ഒക്കെ അതിൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് സെൻറ്റൻസ് കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. ഫസ്റ്റ് ഒരു 2 മന്ത്സ് നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെട്ടവർ, കാരണം നമുക്ക് എങ്ങനെയൊക്കെ കണ്ടൻറ്റ് എഴുതണം. നമ്മൾ ആരും കണ്ടൻറ്റ് മാർക്കറ്റിംഗ് പഠിച്ചവരോ അത്ര ഇതായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ല അല്ലേ. അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓൺലൈൻ നോക്കുന്നു. ആ ഓൺലൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് അവൈലബിളായിട്ടുള്ള, ഇപ്പം ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും അവൈലബിളായിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും ഏത് സോഴ്സാണോ ആ സോഴ്സ് നമ്മൾ കണ്ടെത്താനായിട്ട് നോക്കുക. അതിൽ കൂടെ നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റിംഗ് പഠിച്ച്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈൻ നിങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ പാരലലായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെയിൽസ് ആണെങ്കിലും കസ്റ്റമേഴ്സിനെ ആണെങ്കിലും കണ്ടെത്താനായിട്ട് പറ്റും. താങ്ക് യു.